കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെ ഒക്കെ പേര് പറയുന്നതിൽ തന്നെ ഗൗസുൽ ആലം തങ്ങളുടെ പേര് പറയുന്നു. മഹാനായ ഷെയ്ഖ് സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ പേര് പറയുക, അതിൽ തന്നെ വലിയ മഹത്വങ്ങൾ ഉണ്ട്. മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ മഹത്വം ധാരാളമുണ്ട്. അവിടുത്തെ മദ്ഹ് ധാരാളം പറയാനുണ്ട്. അതെല്ലാം കൂടെ പറയാൻ എനിക്ക് സാധ്യമല്ല. എന്റെ ഈ മാല അവിടുത്തെ എല്ലാ മഹത്വങ്ങളെയും ഉൾവഹിക്കുന്ന രൂപത്തിലാകണമെന്നില്ല. കാരണം അതിനു മാത്രം മഹത്വങ്ങളാണ്, പ്രത്യേകതകളാണ്. മഹാനായ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. അതാണ് മഹാനവറുകൾ പാടിയത്. മേൽമേയിൽ തൊഫം ഫാറയുന്നു ഞാനീഫർ മേൽമ ഫാറഗീലോ ഫലബണ്ണം ഉള്ളോവർ بالقطب رباني والغوث صمداني نجينا من كل آفات يا الله. മേൽമയിൽ തൊഫം, മേൽമയിൽ നിന്ന് സ്വൽപ്പം പറയുന്നു ഞാനിപ്പോൾ അവിടുത്തെ മഹാനായ ഗൗസുൽ ആലമിന്റെ മഹത്വങ്ങളിൽ നിന്ന് ഞാൻ അല്പം ഇവിടെ പറയുകയാണ്. മേൽമാ ഫറഗീലോ ഫലബണ്ണം ഉള്ളോവർ, അങ്ങനെ അവിടുത്തെ മുഴുവൻ മേന്മകളും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അത് പറയുന്നതിൽ ധാരാളം മഹത്വങ്ങളുണ്ട്. മഹാന്മാരെ കുറിച്ച്, ഔലിയാക്കളെ കുറിച്ച്, സയ്യിദന്മാരെ കുറിച്ച്, അമ്പിയാക്കളെ കുറിച്ച് അവരുടെ മഹത്വങ്ങൾ പറയുന്നത് ഇസ്ലാമിൽ ആധാരമുള്ളതാണ്. അവരുടെ പേര് പറയുന്നത് കൊണ്ട് തന്നെ വലിയ മഹത്വം ഉണ്ടാകും. അസ്ഹാബുൽ ബദറിന്റെ പേര് പറഞ്ഞു. അതുപോലെ കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെ ഒക്കെ പേര് പറയുന്നതിൽ തന്നെ ഗൗസുൽ ആലം തങ്ങളുടെ പേര് പറയുന്നു. മഹാനായ ഷെയ്ഖ് സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ പേര് പറയുക, അതിൽ തന്നെ വലിയ മഹത്വങ്ങൾ ഉണ്ട്. അതുകൊണ്ടല്ലേ സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അൽ അദബുൽ മുഫ്രദിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് തരിപ്പനുഭവപ്പെട്ടപ്പോൾ അവിടുന്ന് ഉടനെ തന്നെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ പേര് പറഞ്ഞു. മുഹമ്മദ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പേര് പറഞ്ഞപ്പോൾ ആ തരിപ്പ് ഇല്ലാതെയായി. അപ്പൊ അവരെ പേര് പറഞ്ഞാൽ തന്നെ ബദരീങ്ങളെ പേരിങ്ങനെ പറയാണ്. അങ്ങനെ പറയുന്നതിൽ തന്നെ വലിയ മഹത്വം ഉണ്ട് എന്നാണ് ഇന്ന് ബോധ്യമാകുന്നത്. ഗൗസുൽ ആലം തങ്ങളുടെ പേര് പറയുന്നതിൽ, മമ്പറത്തെ തങ്ങളുടെ പേര് പറയുന്നതിൽ, മഹാനായ മടവൂർ ശൈഖുനായുടെ പേര് പറയുന്നതിൽ വലിയ മഹത്വം ഉണ്ട്. കാരണം അവർ അത്ര വലിയ ഉന്നതി കൈവരിച്ചവരാണ്. അപ്പൊ പിന്നെ അവരുടെ മഹത്വങ്ങൾ, അവരുടെ അപദാനങ്ങൾ പാടുകയും പറയുകയും ചെയ്യുന്നതിൽ മഹത്വമുണ്ടെന്നത് പറയേണ്ടതില്ല. മഹാനായ ഖാദി മുഹമ്മദ് എന്നവർ പാടുകയാണ്, ഞാനിതാ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മഹത്വം ഇവിടെ, അതിൽ നിന്ന് അല്പം സ്വൽപ്പം ഞാനിവിടെ പറയുകയാണ്, ഞാൻ പാടുകയാണ്. എന്റെ ഈ മാലയിൽ ഞാനിതാ രേഖപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഞാൻ ഈ മാലയെ നിർമ്മിച്ചിരിക്കുന്നത്, രചിച്ചിരിക്കുന്നത്? മഹാനവറുകൾ പാടുകയാണ്, ഫാലിലെ വെണ്ണ ഫോൽ ബൈത്താക്കി ചൊല്ലുന്നു ഫാക്കിയം ഉള്ളോവർ
ഇതിനെ പഠിച്ചോവർ ഫാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേ പാലിലുള്ള വെണ്ണ പോലെ ഞാനിതാ ഈ മാലയെ ഞാനൊരു ബൈത്താക്കി ചൊല്ലുകയാണ്. എന്നിട്ട് മഹാനവറികൾ പറയുകയാണ്, ഫാക്കിയം ഉള്ളോവർ ഇതിനെ പഠിച്ചോവർ. ഭാഗ്യം ഉള്ളവര് അഥവാ ഭാഗ്യമുള്ളവര് ഇതിനെ പഠിച്ചോവര് ഈ മാല പഠിക്കും. അവര് മഹാനായ ഗൗസുൽ ആലമിനെ കുറിച്ച് പഠനം നടത്തും. ഞാനിതാ ഇത് പാലിലെ വെണ്ണ പോലെ ഞാൻ കടഞ്ഞെടുത്ത് ധാരാളം ഗ്രന്ഥങ്ങൾ പരതിയിട്ട് പാലിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ ഞാനിതാ പാലുപോലെ വളരെ കൃത്യമായ വളരെ മഹത്വമുള്ള പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ ഈ മാലയെ കടഞ്ഞെടുത്തതാണ്. അതാണ് പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നു എന്ന് പറഞ്ഞത്. പാലുപോലെ പരിശുദ്ധമായ അനവധി ഗ്രന്ഥങ്ങളിൽ നിന്ന്, ആ ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം പാലിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കണമെങ്കിൽ ധാരാളം പ്രോസസ് നടക്കേണ്ടതുണ്ട്. ഇതുപോലെ ഓരോ ഗ്രന്ഥങ്ങൾ പരതി അതിന്റെ ആധികാരികത പഠിച്ചു, അതിന്റെ സനദ് പഠിച്ചു. അങ്ങനെ ശൈഖ് അവറുകളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇതിന്റെ കുറിച്ചെല്ലാം ഇതിന്റെ എല്ലാ ഭാഗങ്ങളും പഠിച്ച് കൃത്യമായതിനു ശേഷമാണ്. അഥവാ പാലിൽ നിന്ന് പെട്ടെന്ന് വെണ്ണ കടഞ്ഞെടുക്കാൻ കഴിയില്ല. അതിന് ധാരാളം പ്രവർത്തനങ്ങൾ അതിന്റെ മുന്നോടിയായി നടക്കേണ്ടതുണ്ട്. അതുപോലെ പാലുപോലെ പരിശുദ്ധമായ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാനിതാ ഈ മാലയെ കടഞ്ഞെടുത്തിട്ടുള്ളത്.